വിനോദസഞ്ചാരിയായി കേരളത്തിലെത്തി രോഗബാധിതനായി തിരിച്ചുപോകാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു ഇറ്റാലിയൻ സ്വദേശി. 70-കാരനായ തോബിയാസാണ് 2.5 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാതെ തിരികെ ഒരു മടക്കം കാത്ത് കഴിയുന്നത്. വികാരനിർഭരമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കണ്ട കാഴ്ച. പ്രായം 70-നോടടുത്ത ഒരു മനുഷ്യൻ. ചുറ്റിനും പരിചരണവുമായി മാലാഖമാരുണ്ടെങ്കിലും കടലിനപ്പുറത്തുള്ള നാടും വീടും ബന്ധവും സ്വന്തവും ഓർത്ത് നീറുകയാണ് അയാൾ. ഒന്നര വർഷത്തിലധികമായി വർക്കലയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ ഈ വർഷം ഫെബ്രുവരി 11-നാണ് ഹോം സ്റ്റേയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആദ്യം ഒരു സ്ട്രോക്ക് എന്ന രീതിയിലാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് റെസ്പോൺസും കാര്യങ്ങളും കുറവുള്ളതുകൊണ്ട്. പിന്നീട് MRI എടുത്തപ്പോഴാണ് അതിൽ തെളിഞ്ഞത് ഒരു ബ്രെയിൻ ട്യൂമറാണ് അദ്ദേഹത്തിന്. ഈ ബ്രെയിൻ ട്യൂമർ കുറച്ചൊരു നമുക്ക് കൂടിയ രീതിയിൽ നമുക്ക് സർജറിയൊക്കെ വേണ്ടി വരുന്ന രീതിയിലുള്ള ട്യൂമറാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂറോ സർജറി വിഭാഗമാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളിവിടെ ന്യൂറോ സർജറി വിഭാഗം കാണിച്ചു. ന്യൂറോ സർജറിക്കാർ അത് ചെയ്യാനും വില്ലിംഗ് ആയിരുന്നു. നമ്മളിവിടെ ചെയ്യാൻ എല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇടയിൽ ആളുടെ റിലേറ്റീവ് മോനോ മോളോ അങ്ങനെ വന്നിരുന്നു അവർ. പക്ഷേ അവരിവിടെ സർജറിക്ക് വില്ലിംഗ് അല്ലായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദ്യ നാളുകളിൽ അന്വേഷിച്ചെത്തിയിരുന്ന ഹോം സ്റ്റേ അധികൃതരും വരാതായതോടെ 1.5 മാസത്തിലധികമായി ആശുപത്രി ജീവനക്കാരാണ് പരിചരിക്കുന്നത്. കഴിഞ്ഞ മാസം 16ഉം 20ഉം വയസ്സുള്ള 2 മക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയെങ്കിലും അവരുടെ മടക്കയാത്രയിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ അവർ തയ്യാറായില്ല. ചിരിക്കുകയും ഭാഷയിലെ തടസ്സങ്ങൾ മറികടന്ന് സംസാരിക്കുകയുമൊക്കെ ചെയ്തിരുന്ന തോബിയാസ് ഇപ്പോൾ ആരോടും മിണ്ടാറില്ല. എങ്കിലും അദ്ദേഹം ഒന്നുമാത്രം പറയും: തനിക്ക് ഇറ്റലിയിലേക്ക് പോകണം. അധികൃതരുടെ ഇടപെടലിലൂടെ ആ യാത്ര എത്രയും വേഗം സാധ്യമാകണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. മീഡിയ 1 തിരുവനന്തപുരം.